ഗുഡ് മോർണിംഗ് മൈ ബേബി. മോർണിംഗ്. എന്തേ ഇന്ന് ഓഫീസല്ലേ? ഓഫീസൊക്കെ അവിടെ തന്നെ ഉണ്ട്, എന്നാലും പോവാൻ തോന്നുന്നില്ല. എടാ ഈയിടെയായിട്ട് എന്ത് മടിയാ മനുഷ്യ നിങ്ങൾക്ക്. മര്യാദക്ക് ഓഫീസിൽ പൊക്കോണം കേട്ടല്ലോ. സോ സോറി, ഞാൻ പോവില്ല. അവിടെ പോയി നിന്നെ കാണാനൊക്കത്തില്ലല്ലോടി. അല്ലേ വാ, നീയും എന്റെ കൂടെ പോരെ. നമുക്ക് അവിടെ ഒരുമിച്ച് പോയിരുന്ന് വർക്ക് ചെയ്യാം. എന്ത് പറയുന്നു? പിന്നെ ഞാൻ വരാനോ? ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് നടന്നത് തന്നെ. അവിടെ ചെന്ന് നിങ്ങളിങ്ങനെ കണ്ണോട് കണ്ണു നോക്കിക്കാന്നല്ലാണ്ട് വർക്കൊന്നും നടക്കത്തില്ല. മര്യാദക്ക് മോനെഞ്ച് പോവാൻ നോക്കിക്ക്. പോ 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 പോ. പോവാം, ബട്ട് ഞാൻ നേരത്തെ വരൂട്ടോ. ഒരു മണിയൊക്കെ ആവുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് എത്താം. എന്തോന്ന് 1 മണിയാ? ഇപ്പൊ തന്നെ മണി 10 1 മണിയാവിനി 2-3 മണിക്കൂർ കൂടെ അല്ലേ ഉള്ളൂ. അതിനും പേര് നിങ്ങൾ പോവാതിരിക്കുന്നതാ നല്ലത്. മര്യാദക്ക് സാധാ ടൈമിൽ വന്നാ മതി. ജോലിക്ക് പോകാൻ എന്ത് മടിയാന്നറിയോ? ഓ സിഇഒ ആണ് പോലും. സിഇഒ കണ്ടാലും മതി ഒരു സിഇഒ. എന്തേടി, ഇത്ര നാളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ നിന്നെ കെട്ടിയ പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാ, സത്യം പറയാലോ. പിന്നെ തല്ല് കൊള്ളത്തില്ല. എന്നെ നല്ല കിട്ടിയാണല്ലേ. ഒരാഴ്ചയായില്ലേ ഓഫീസിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. ഒന്ന് പോയെങ്കിലും വായോ. ചെല്ല്. ഓക്കേ, എന്നാ പിന്നെ നീ പോയി എനിക്കൊരു ചായ എടുക്കും. പിന്നെ വൈകിട്ട് ഞാൻ നേരത്തെ വരാം, നമുക്ക് ഷോപ്പിങ്ങിന് ഉള്ളതാ. ഓക്കെ ഡബിൾ ഓക്കെ. എന്നാ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഹലോ. വന്നോ ഡ്രാക്കുള? സോറി ഇനി പറയത്തില്ല. അപ്പൊ ഇറങ്ങല്ലേ. പിന്നെ ഒരു കാര്യം, ഫുഡ് പുറത്തുനിന്ന് കഴിക്കണ്ട. ഞാൻ ലഞ്ച് കൊണ്ടുവന്നേക്കാം കേട്ടോ. അപ്പൊ വിട്ടോ, ബൈ. ഓക്കെ, ബൈ ബൈ. വൈകിട്ടാണ്, അല്ല ഉച്ചക്കാണോ? നിക്ക്. ലവ് യു ഡി. ലവ് യു ടു. ബൈ. ഇതെന്തൊരു മഴയാ രാവിലെ തന്നെ. കൊള്ളാം, നല്ല ആംബിയൻസ്. ഈ ടൈമിൽ ഒരു പാട്ടിട്ടൊരു ഡാൻസ് കളിച്ചാൽ നല്ലായിരുന്നു. പക്ഷെ അങ്ങേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേ. സാരില്ല. ഇത് അങ്ങേന്റെ പെർഫ്യൂമിന്റെ മണമാണല്ലോ, എൻ്റെ അടുത്തുള്ള പോലെ. എന്തൊരു ഫീല്. ഉള്ള പോലെ അല്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. അയ്യടാ, അങ്ങേരെ സൗണ്ട് പോലെയല്ലേ കേട്ടെ. തോന്നലായിരിക്കും. ഞാൻ വന്നു വന്നപ്പോ ഡേ ഡ്രീമിങ് ചെയ്യാൻ തുടങ്ങി. അതെന്തേലാവട്ടെ. Stop dancing, baby. I cannot control. Please. Are you for real? ശരിക്കും നിങ്ങളാണോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഇനി സ്വപ്നം കാണുവാണോ? It's not a dream, baby. It's for real. It's me you're happy. ഇച്ചായ, നിങ്ങൾ എന്താ ഇവിടെ ഓഫീസിൽ പോയില്ലേ? പോയി. അപ്പോഴാ ഒരു കാര്യം ഓർത്ത്. ഞാൻ ഫയൽ എടുക്കാൻ പറഞ്ഞു, അതെടുക്കാൻ വന്നതാ. എനിവേസ് ഇനി തിരിച്ചു നോക്കില്ല. You naughty tiger. ഇതിനാലടാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്ന കള്ളച്ചായ. Can I kiss you? I'm yours, you idiot. You can do whatever you want. That's my girl. ഈടാ മാറങ്ങോട്. Hey, ഇടി പോയാലും കുഞ്ഞു നിൽക്കും, ഓടാതെ നിൽക്കാൻ. ഇല്ല. Catch me if you can. You naughty tiger. എന്നെ കിട്ടിയതാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ല, അറിയാലോ പോയാലും കുഞ്ഞെ. അതുകൊണ്ട് മര്യാദക്ക് ഇങ്ങോട്ട് വന്ന ഈ ടൈഗറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. മര്യാദക്ക് ഇങ്ങോട്ട് വരുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല, കേട്ടല്ലോ. എന്നൊന്ന് കാണണമല്ലോ, പറ്റുമെങ്കിൽ പിടിച്ച. ഓക്കെ, ആസ് യുവർ വിഷ് മൈ ലേഡി.
എന്തെങ്ങനെ നോക്കണേ? അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, വർഷങ്ങളൊക്കെ എന്ത് പെട്ടെന്നാ പോയെന്ന്. ശരിയാ, പൂജ്യത്തിന് തുടങ്ങിയതാ നമ്മള്. ഇപ്പൊ നമ്മൾ ഏത് നിലയിലാ? ഓ, ആലോചിക്കുമ്പോ തന്നെ ഇത് നിലയില 16ാം നിലയില്. ഞാനൊരു തമാശ അല്ലല്ലോ അത്. എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോ ചളി അടിക്കല് കുറച്ച് കൂടുതലാ. സോറിടാ, ചുമ്മാ അറിഞ്ഞല്ലേ, അപ്പോഴേക്കും അങ്ങ് പിണങ്ങിയോ? തനിക്കറിയോ, താൻ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യാണോ? അതാ പൂജ്യത്തിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്താൻ കാരണം. താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. അതെനിക്ക് വിശ്വാസം. എപ്പോഴും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവണം. അതിപ്പോ ജീവിക്കുമ്പോഴായാലും മരിക്കുമ്പോഴായാലും എനിക്ക് നീ വേണം. നിങ്ങളില്ലാണ്ട് എനിക്ക് പറ്റില്ല ചായ. നിങ്ങൾ വേണം എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ. ഞാനൊരു കാര്യം അറിയോ, എനിക്ക് ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് കാണാതിരിക്കുമ്പോ എന്ത് വിഷമാണെന്നറിയോ? ഇപ്പൊ ഇച്ചായ തിരിച്ചു വരാൻ വൈകുമ്പോ ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ എന്റെ നെഞ്ചിലൊരു പടപടപ്പാ. എനിക്ക് അറിയില്ല എന്താന്ന്. അത്രക്ക് ഇഷ്ടമായി ഇച്ചായ എനിക്ക് നിങ്ങളെ. ഇമോഷണലാ? മതി, എന്നെ കൂടെ നീ കരയിപ്പിക്കും. ഇനി ഇമോഷണലൊക്കെ നമുക്ക് മാറ്റി ഒരു റൊമാൻറ്റിക് അങ്ങ് പിടിച്ചാലോ? കള്ളക്കടവേ, ഏത് നേരം റൊമാൻറ്റിക് മാറങ്ങോട്ട്. എന്നാലേ നല്ല ഇടിയും മഴയും ഒക്കെ അല്ലേ, പോരാത്തിന് മിന്നലും ഉണ്ട്, കാറ്റും ഉണ്ട്. അപ്പോ ഈ തണുപ്പത്ത് ചൂടോടുകൂടി ഒരു ചായയും പഴംപൊരി ആയാലോ? ചായയും പഴംപൊരിയും അടിപൊളിയാ. എന്നാലും ബീഫും കൂടെ ആയ അതിലും അടിപൊളിയല്ലേ? എന്നാലേ ഫ്രിഡ്ജില് ബീഫ് ഇരിപ്പുണ്ട്, വെച്ചാലാ? എന്താ, ബീഫ് എങ്കിൽ ബീഫ്, ഇനി അതിനും കുറക്കണ്ട. എന്നാ പോരെ, എടുത്തോ, കിച്ചണിലോട്ട് നടന്നു. ഐഷ് വാടി എന്റെ തക്കുട് വാവിയേ. ഓൾ സെറ്റ്. ഇനി കുറച്ച് പച്ചക്കറി കൂടെ എടുക്കാനുള്ളൂ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പൊ നിങ്ങൾ വേണ്ട ഈ പഴത്തിന്റെ തൊലിയെ കുലിക്ക്, ഞാൻ പോയി പച്ചക്കറിയൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ പോയിട്ടോ. പിന്നെ കൈയൊന്നും മുറിച്ചേക്കല്ലേ കേട്ടോ. ഒരിച്ചിരി ചോര കഴിയുമ്പോ തന്നെ തലയിറങ്ങി വീഴുന്ന ഐറ്റാ. ഇനി എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. കേട്ടല്ലോ, നോക്കിയൊക്കെ ചെയ്തോണം. ആ ചിരി കണ്ടില്ലേ? വെള്ളോടത്ത് നോക്കി വായം പൊളിച്ചിരിക്കാണ്ട് അത് നോക്കി ചെയ്യാൻ നോക്കും മനുഷ്യ. ഓക്കെ, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, എല്ലാ സാധനവും സെറ്റ്. വെളിച്ചെണ്ണ ഇപ്പൊ ഇനി എവിടെയാണോ എന്തോ? ഫ്രിഡ്ജിലാണോ വെളിച്ചെണ്ണ? പൊട്ടിങ്ങ എന്റെ പൊക്കത്ത് ഞാൻ എങ്ങനെ എത്തിയെടുക്കും? അതെ മനുഷ്യ, എങ്ങ് വന്നേ. എന്താ ഞാൻ വിളിച്ചോ? വിളിച്ച് ദേണ്ട പൊക്കത്തെ തട്ടി വെളിച്ചെണ്ണ ഒന്ന് എടുത്തു തരൂ പ്ലീസ്. ബാ. എങ്ങോട്ട്? എന്നെ പൊക്കൊന്നും വേണ്ട. കണ്ണി കണ്ട കേഡ്രാമസ് ഒക്കെ കണ്ടിട്ട് വന്നേക്കുക. വേണമെങ്കിൽ തന്നെത്താനെ എടുത്ത് തായോ. അല്ല പിന്നെ ഏറ്റില്ല. അയ്യോ, നിങ്ങളായിരുന്നു. പേടിച്ചു പോയല്ലോ മനുഷ്യ. എന്താ? കുറച്ചു നേരം എന്റെ ഭാര്യനെ ഒന്ന് പ്രേമിക്കാന്ന് കരുതി. അയ്യോ, അടി പിടിച്ച കർത്താവേ. പിടിച്ചിട്ടില്ല. ഓ ഭാഗ്യായി, കർത്താവ് കാത്തു. അതിന്റെ ഇടയിൽ നീ റൊമാൻസ് വന്നതാ പ്രശ്നമായി. ഞാനാണോ? നിങ്ങളല്ലേ എന്നെ പുറകിൽ വന്ന് കെട്ടിപ്പിടിച്ചേ? ഇപ്പൊ എല്ലാ കുറ്റം എന്റെ തലയില്. പോടുന്നു. ആ ബീഫ് നോക്കിക്കൊണ്ടങ്ങ് നിന്നാ മതി കേട്ടല്ലോ. അത് പോട്ടെ, ഇനി തല്ലുകൂടണ്ട. എന്നാ നീ ഈ ബീഫിൽ ഉപ്പുണ്ടാന്ന് നോക്കിക്കേ. വാണിച്ച് കേട്ടോക്കി നോക്കട്ടെ. അയ്യോ, ഉപ്പിടാൻ പറയുമ്പോ നിങ്ങൾ ആ ഉപ്പും ചാക്ക് പടപ്പേർക്ക് ഇട്ടോ മനുഷ്യ. അയ്യോ, ഇതെന്തൊരു ഉപ്പ്! ഇത് വായിലൊക്കെ പോലും ഒക്കുന്നില്ലല്ലോ. ആ കറി കൊളമാക്കി തന്നെ പറഞ്ഞാ മതിയല്ലോ. ഇല്ല മുത്തേ, ഞാൻ ഒരു കയ്യില് ഉപ്പ ഇട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. നീ പറഞ്ഞത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഇത്ര ഉപ്പ്? ഈ സ്പൂണാ ഉപ്പിന്റെ ഉള്ളിൽ കിടന്നതല്ലേ? ഇതെടുത്തിട്ടാണോ നിങ്ങൾ എനിക്ക് ടേസ്റ്റ് നോക്കാൻ തന്നത്? ഉപ്പ് പാത്രത്തിൽ കിടന്ന കയ്യിലെടുത്ത് ആ കറിയിലെടുത്ത് മുക്കിയിട്ട് ഇന്ന ടേസ്റ്റ് നോക്കാൻ.
പിന്നെ ഉപ്പല്ലേ ഉണ്ടാവത്തുള്ളൂ. ഓ, ഈ മണ്ട മനുഷ്യനെ കൊണ്ട് തോറ്റല്ലോ. അത് വെച്ചിട്ട് പൊയ്ക്കേ പോ, ഞാൻ ചെയ്തോളാം. ആർക്കൊരബദ്ധം പറ്റാം മിസ്സിസ് ക്രിസ്റ്റി? അതെ അതെ, ആർക്കൊരു അബദ്ധം പറ്റാം. നിങ്ങൾക്കത് വർഷത്തിൽ എന്നും അബദ്ധമാണല്ലോ. ഇതിനിപ്പോ എത്രാമത്തെ അബദ്ധമാണോ എന്തോ. ഇനി ഒരു ബുക്കിൽ എഴുതി വെക്കണം എത്ര അബദ്ധമായെന്ന്. പൊയ്ക്കേ പൊയ്ക്കേ, ഞാൻ ചെയ്തോളാം. എനിക്ക് നേരിട്ട് പണി ഉണ്ടാക്കി തരും. ഇനി കിച്ചണും കൂടെ കത്തിച്ച ഓ സമാധാനമാ. ചെല്ല പൊയ്ക്കേ, ഞാൻ ചെയ്തോളാം. പക്ഷെ അതെങ്ങനെ? ഐഡിയ എന്റെ അല്ലേ, അപ്പൊ ഞാനും കൂടണ്ടേ? അത് ശരിയാ, ഐഡിയ നിങ്ങളുടെയൊക്കെ തന്നെ. പക്ഷെ ഇവിടെ ഒരു തീപ്പൊരി പറക്കാൻ എന്നെ കൊണ്ട് വയ്യ. എനിക്കത് കണ്ടു നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പൊയ്ക്കേ, ഞാൻ ദേ ഉണ്ടാക്കി കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഓക്കെ, പൊക്കോ പൊക്കോ പൊക്കോ, വേഗം പൊക്കോ. അതെ, ഇങ്ങനെ ഒട്ടിയായിരിക്കത്തുള്ള. കുറച്ചും കൊണ്ട് നീങ്ങിയിരുന്നേ. ഇതെന്തോന്നാ, ബബ്ലിക്കോ? ഏത് നേരം ഒട്ടി പിടിച്ചിരിക്കാൻ. ഞാൻ എങ്ങോട്ടും പോവത്തില്ല. അല്ല, ചെലപ്പോ പോയാല്. പോടവട്ടി. ദേ, ആരാ വെല്ലടിക്കുന്നത്? ആരാന്ന് പോയി നോക്കിട്ടോ. ഓക്കെ മൈ ഹൈനസ്. ഇത് 10 മിനിറ്റ് ആയല്ലോ. ആള് താഴത്തോട്ട് പോയിട്ട് ഇതുവരെ ഒരു അച്ഛനൊക്കെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. എവിടെ പോയി? ചെന്ന് നോക്കാം. ഇച്ചാ ഇച്ചാ ഇച്ചായ, നിങ്ങളിത് എവിടെയാ? ചുമ്മാ കളിക്കാതെ മനുഷ്യ, നിങ്ങളിത് എവിടെയാ? ഇച്ചാ, അയ്യോ, നിങ്ങളായിരുന്നു. പേടിച്ചു പോയില്ല മനുഷ്യൻ. മനുഷ്യന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. അയ്യയ്യേ, പേടിച്ച്. ആ, അതൊക്കെ പോട്ടെ. ആരാ പുറത്തു വന്ന്? അതൊരു പോസ്റ്റ്മാനാ. അങ്ങേർക്ക് വഴി തെറ്റിപ്പോയപ്പോ വഴി ചോദിച്ചാണ്. ഓഹോ, എന്നിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത? ആ, കൊടുത്തി. എന്നാ മോളെ, എന്തു പറ്റി? 2 ദിവസമായിട്ട് നീ കിടപ്പ് തന്നെയാണല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാം. വേണ്ട, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോവണ്ട. ഇതൊക്കെ മാറിക്കോളും. മാറിക്കോളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിപ്പോ 2-3 ദിവസമായില്ലേ ഈ ഛർദ്ദലും തലകറക്കും ഒക്കെ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ അവർ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കത്തില്ല. നീ അതോർത്ത് പേടിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഉറപ്പാണല്ലോ? ഒരു തവണ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ ഒന്നും എടുക്കത്തില്ല, ഞാൻ പറഞ്ഞോളാം, ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറയാൻ. നമുക്ക് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ അവരെന്നെ കുത്തിവെച്ചപ്പോ നിന്ന് ചിരിക്കുവല്ലായിരുന്നു. ഉറപ്പാണല്ലോ അല്ലേ? ആടി പൊന്നെ, ഉറപ്പ്. വാ, പോയിട്ട് വരാം. ഇച്ചായ, എന്തിനീ ഹോസ്പിറ്റലിലോട്ട് വന്ന്? ഇവിടെ ഒരു കുത്തി വെക്കും. വല്ലാത്ത ജാതി ഏട്ടനോട് കാണിച്ച് ഞാൻ മിണ്ടത്തില്ല. പോ. അയ്യോ എന്റെ പൊന്ന, ഈ ഹോസ്പിറ്റലിൽ ഏതാണെങ്കിലും എവിടെ പോയാലും കുത്തി വെക്കാനുള്ളതാണെങ്കിൽ ഒരു കുത്തി വെക്കും. ഒന്നും ഉണ്ടാവത്തില്ല. നീങ്ങ വാ, ഞാനല്ലേ കൂടെ ഉള്ള. ഞാൻ പ്രോമിസ് തന്നേടാ, പിന്നെന്താ? ഓക്കെ, എന്നാ കുഴപ്പമില്ല. എന്റെ പൊന്നെ, വേഗം അങ്ങ് നടക്ക. അരിച്ചരിച്ച് എത്തുമ്പോഴേക്ക് നേരെ വെളുക്കുമല്ല. അങ്ങോട്ട് വേഗം വന്നേ. എന്റെ പൊന്നു മനുഷ്യ, ഞാൻ നടക്കുവല്ലേ. എന്തോന്നത്, നിങ്ങളെ പോലെ വലിയ കാലൊന്നുമല്ല കവച്ച് നടക്കാൻ. കുഞ്ഞിക്കാല. ഒരു പഴത്തൊലി ഇട്ടതാ, ഞാനെന്നാ തീറ്റി അങ്ങ് പോവാ. അല്ല പിന്നെ. അയ്യോ, ആ ഇതാര്? ക്രിസ്റ്റി? ആ, അളിയ അശ്വിനെ, നീ ഇവിടാണോ വർക്ക് ചെയ്യുന്നത്? ആടാ, ഞാൻ ഇവിടെയാ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആഹാ, അന്നെ ഉണ്ടല്ലോ കൂടെ. എന്ത് പറ്റി? ആളോ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ, അത് പിന്നെടാ, 2-3 ദിവസമായിട്ട് അവൾക്ക് ഛർദിയും തലകറക്കവും ഒക്കെയാ. എന്താന്നറിയത്തില്ല. 2-3 തവണ തലറിഞ്ഞ് വീണായിരുന്നേ. അപ്പൊ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ ആള് സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് ചീത്ത പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാ. ആണോ? എന്നാ വാ, നമുക്ക് ചെക്ക് ചെയ്യാം. വാ. ഇനി ആ കയ്യിൽ നിന്ന് നീട്ടിക്ക് കുറച്ച് ബ്ലഡ് ഒന്ന് എടുത്തോട്ടെ. ബ്ലഡോ? ഞാൻ സമ്മതിക്കൂല. ഇച്ചായ വേണ്ടെന്ന് പറ. അയ്യയ്യേ, ഇച്ചതിന്റെ കൊച്ചു നിനക്ക് അറിയുന്നേ. ഇച്ചിരി ചോരയില്ല, അതങ്ങ് കൊടുത്തേക്ക്. കൊതുക് കുത്തിയതാണെന്ന് വിചാരിച്ചാ മതി. കുറച്ച് ചോര കൊതുക് അങ്ങ് കുടിച്ചു, അത്ര അങ്ങ് വിചാരിച്ചാ മതി. കൊടുക്കടാ, കൈ അങ്ങ് നീട്ട്. ഇത്രയേ ഉള്ളൂ. അതിനാ ഇത്ര കിടന്ന് കരഞ്ഞ്. ആ പിന്നെ ക്രിസ്റ്റി, ബ്ലഡ് റിസൾട്ട് എന്തായാലും വരാൻ ഒരു 2-3 ദിവസം പിടിക്കും. ഞാൻ പറയാം. ഓക്കെ, ശരി, എന്നാ ഞാൻ വിളിക്കാം. എന്നാ ഇറങ്ങിക്കും. ആ, ശരി ഡളിയ, താങ്ക് യു. പോട്ടെ എന്നാ, ഞങ്ങൾ വാന പോവാം. ഹലോ ക്രിസ്റ്റി, ഇത് ഞാൻ അശ്വിൻ. ആ, എന്താടാ?
അന്നയുടെ ബ്ലഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. നീ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരുവാണെങ്കിൽ ആടളിയാ, ഞാൻ ദേ ഇപ്പൊ വരാം. ഓക്കെ എന്നാ. ആഹാ, എത്തിയോ നിങ്ങള്? എത്ര തവണ കോള് വിളിക്കണം? ഒന്ന് ഫോൺ എടുത്തൂടെ? പക്ഷെ എന്തൊരു പേടിച്ചെന്നറിയാവോ? ഐ എം സോറി, ഞാനത് പിന്നെ കണ്ടില്ല, ഫോൺ സൈലന്റ് ആയിരുന്നു. സാരമില്ല, ഇനി എത്തിയല്ലോ, അത് മതി. ആ, പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. എന്നാ? എന്താ ചായ? ഏയ് ഒന്നുമില്ല. ഈ ചായന് എന്താ പറ്റി? പതിവില്ലാത്ത പേരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ആ, എന്തേലും ആവട്ടെ. കർത്താവേ, ഞാനിനിപ്പോ എന്താ ചെയ്യ? ഒരു വഴി കാണുന്നില്ലല്ലോ. ആ, ഇച്ചായ, ഞാൻ എന്തോരം നേരമായിട്ട് വിളിക്കുന്നു. കഴിക്കാൻ വരാൻ ഇച്ചായൻ കരയാണോ? എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. എന്റെ അടുത്ത് കള്ളം പറയരുത്. എന്താ എന്താ പറ്റിയേ? എന്നോട് പറ. എന്താ എന്താ ഉണ്ടായേ? ഇത്ര സങ്കടപ്പെടാൻ മാത്രം എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ ഇച്ചിരി കരഞ്ഞു, അത്രേ ഉള്ളൂ. നീ ഫുഡ് എടുത്ത് വെക്ക്, എനിക്ക് വിശക്കുന്നു. അപ്പൊ നമുക്ക് കഴിക്കാം. അതാണോ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതൊക്കെ മറന്നേക്ക്. ഇനി നമ്മൾ അതൊന്നും ഓർത്ത് കരഞ്ഞൂടാ, കേട്ടല്ലോ. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? കൈത്തിട്ട്. ഇച്ചായ, നിങ്ങൾ ഉറങ്ങിയാ? ഇല്ല. ഞാൻ നിങ്ങളെ തനിച്ചാക്കിട്ട് പോകുന്നുള്ള പേടിയല്ലേ ഇപ്പൊ നിങ്ങക്ക്? അല്ലേ ഇച്ചായ? കൂടി പോയ ഒരു 2 മാസം കൂടി. ആ 2 മാസം കൂടി ഉള്ളൂല്ലേ ഞാൻ ഈ ലോകത്ത്. എനിക്ക് ക്യാൻസർ ആണല്ലേ? അല്ലേ ചായ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ആ, എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നല്ലേ? ഇച്ചായന്റെ കബോർഡ് ഒതുക്കിയപ്പോ അതിനൊരു ഫയല് വേണമായിരുന്നു. അതിനകത്ത് എന്റെ ബ്ലഡ് റിസൾട്ട് ആയിരുന്നു എന്ന് ഞാൻ കണ്ടു. അതിനകത്തുണ്ടായിരുന്നു, ഞാൻ വായിച്ചു. എനിക്ക് ക്യാൻസർ ആണെന്നും ഒക്കെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നുമില്ല. എനിക്കൊന്നുമില്ലടാ. അപ്പൊ ഈ 2 മാസം കൂടെ എനിക്ക് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂല്ലേ? അത് കഴിയുമ്പോ ഇല്ലടാ, ഒരിക്കലുമില്ല. നിന്റെ ക്രിസ്ത്യൻ ജീവനോടുള്ളപ്പോ നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച് കോതി തരുന്നല്ലോ ചായ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ വിഷമിക്കല്ലേ, ഞാനില്ലേ നിന്റെ കൂടെ. നീ ഇല്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകും, ജീവിക്കുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച്. നിങ്ങൾ വന്നോ? കരയുന്നത് ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങളല്ലേ? വിഷമിക്കാതിരിക്കുക. ഇതോ ദൈവത്തിന്റെ പരീക്ഷണോ? ഇത്ര നാളെ പരീക്ഷയൊന്നും പോരെ അങ്ങേർക്ക്? നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അസൂയ തോതിട്ട് നമ്മൾ അടർത്തി മാറ്റാൻ നോക്കുക. എങ്ങനെ നിന്നെ അങ്ങോട്ട് അകറ്റാൻ നോക്കുക. സമ്മതിക്കില്ല ഞാൻ. ആരെ കൊണ്ട് സമ്മതിക്കില്ല. അതിപ്പോ ദൈവം തമ്പുരാനാണേലും നിന്നെ ആർക്കും ഞാൻ കൊടുക്കൂല. നിങ്ങൾ പറയുന്നത് ആ കർത്താവ് തന്നെയല്ലേ നമ്മൾ ഒരുമിപ്പിച്ച? പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനങ്ങ് പോയാലും നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. നീ പോയാലല്ലേ? നീ പോയില്ലെങ്കിലും നീ പോവില്ല. നീ ക്രിസ്ത്യനെ വിട്ട് എങ്ങോട്ടും പോവില്ല. നീ എന്റെ കൂടെ ജീവിക്കും, എന്റെ കൂടെ തന്നെ ജീവിക്കും. മരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് മരിക്കും, ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തിനാണ് ഈ ജീവൻ? ഞാനും നിന്റെ കൂടെ അങ്ങ് പോരും. ഈ ഒരു ജന്മം എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ആയുസ് നീട്ടി തന്നില്ലല്ലോ ഈ കർത്താവ് എനിക്ക്.
ഈ ജന്മമെന്നല്ല, ഇനിയുള്ള എല്ലാ ജന്മവും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. കരയാതടാ. കഴിക്ക്. ഇതൂടി ഇച്ചാനുണ്ട്, ഇതൂടി കഴിക്കടാ. എനിക്ക് വേണ്ട ഇപ്പൊ തന്നെ എന്റെ വയറ് പൊട്ടാറാ. ഇത് നോക്കിക്കേ, എനിക്ക് വേണ്ട, മതി, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ. ഇച്ചായ, ഞാൻ ഒരു കാര്യം പറയാൻ, നിങ്ങളത് സാധിച്ചു തരുമോ? എന്താഗ്രഹം? അത് പിന്നെ എന്നെ ബീച്ചിലും സിനിമ കാണാനും ഒക്കെ കൊണ്ടുപോകാവോ? ഈ സമയത്തോ? ഇല്ല, ഡോക്ടർ ചീത്ത അറിയും. എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ കിടന്നേ. ചിലപ്പോ ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണെങ്കിൽ ഇച്ചായ കൊണ്ടുപോവോ? എന്നാ കൊണ്ടുപോ. നിനക്ക് എവിടെ പോണോ പറ, ഇച്ചയെ കൊണ്ടുപോ. ഞാനിപ്പോ പറഞ്ഞോടത്തൊക്കെ എനിക്ക് പോണം. ഇപ്പൊ തന്നെ ഇച്ചാനെ കൊണ്ടുപോവോ? കൊണ്ടുപോ, ഇപ്പൊ തന്നെ കൊണ്ടുപോ. ആ ഡോക്ടർ ക്രിസ്റ്റി അല്ല, ക്രിസ്റ്റി നിക്ക. നീ ഇതങ്ങോട്ട് എന്നെ കൊണ്ട് വഴിന്ന് മാറി പ്ലീസ്, ഞങ്ങൾക്ക് പോണം. ക്രിസ്റ്റി, നീ ഇത് എന്തായി കാണിക്കുന്നത്? ഒന്നാമത് അന്നയുടെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കലാണ്. നീ എങ്ങോട്ടാ അവളെ കൊണ്ട് പോകുന്നത്? മാറശ്വിൻ, അവസാനമായിട്ട് അവൾക്ക് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്തേ പറ്റൂ. പ്ലീസ് മാറ്. ആ ആകാശത്തോട്ടൊന്ന് നോക്കിക്കേ, ആ മോനത് തിളക്കാണല്ലേ എന്ന്. ആ ചന്ദ്രന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ പോലെ ഒരു ദിവസം ഞാനും ഉണ്ടാവും അവിടെ, ഒരു കുഞ്ഞു നക്ഷത്രമായിട്ട്. അങ്ങനെയൊന്നും പറയാതെ മോളെ. കർത്താവേ, എൻ്റെ അന്നയെ കാത്തോളെ. ഈ ആയുസ് മുഴുവൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ കർത്താവേ. ഞങ്ങൾ ഒരിക്കലും കൈവിടരുതേ. ഹലോ, ഇത് ഞാനാ. നീ വേഗം ഹോസ്പിറ്റലിലോട്ടൊന്ന് വന്നേ. അന്നയുടെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കലാ. ഞാൻ വരുക. എന്റെ പൊന്നു കർത്താവ്, എന്റെ അന്നക്കൊന്നും വരുത്തല്ലേ. என்னை விட்டு செல்லாதே இந்த நண்பே, வேண்டும் உன் காதல் ஒன்றே, உன்னை மட்டும் நேசித்தேன் இது உண்மை, இன்னும் ஏன் இந்த ஊடல், என் உயிர் காதலை உந்தன் காதோரம் ஒரு முறையாவது இந்த நண்பே, வேண்டும் உன் காதல் ஒன்றே, உன்னை மட்டும் நேசித்தேன் இது. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ മരിക്കണേന് മുമ്പ് ലാസ്റ്റ് 5 minutes എന്താ ആലോചിക്കാന്നറിയോ? അവർ സ്വീറ്റ് മൊമെന്റ്സ്. അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീരലും, പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു